അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു നെക്ക് പാറ്റേൺ കൊടുത്തുകൊണ്ടുള്ളൊരു കുർത്തിയുടെ കട്ടിംഗ് ആണ്. ഞാനിവിടെ ലൈനിങ് ക്ലോത്തിലാണ് കേട്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലൈനിങ് ക്ലോത്ത് 4 മടക്കി വെച്ചിട്ടുണ്ട്. കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ കോട്ടൺ തുണിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രീ വാഷ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുക. പൊതുവേ എനിക്കൊരു പരാതി കേൾക്കാറുള്ളത് മാർക്ക് ചെയ്യുന്ന അത്ര ക്ലിയർ ആയിട്ട് കാണാറില്ലെന്നുള്ളതാണ്. അപ്പോൾ എനിക്കിത് കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള സാധനം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും ഡാർക്ക് ആക്കാത്തത്. എനിക്ക് വേണ്ടി ചെയ്യുന്നത് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്കറാക്കി കാണിക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിനേക്ക് വേണ്ടിയിട്ട് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്കിവിടെ ഷോൾഡറിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റമറിൻ്റെ ബോഡിയിൽ നിന്നുള്ള ഷോൾഡറിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. ഇവിടെ നമ്മൾ ബാക്ക് നെക്കിൽ 3 ഇഞ്ചാണ് കഴുത്തിറക്കം കൊടുക്കുന്നത്. ഷോൾഡർ കാൽക്കുലേഷൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നമ്മൾ 3 ഇഞ്ച് കഴുത്തിറക്കുമ്പോഴത്തേനും എന്താണോ നമ്മുടെ ഷോൾഡറിൻ്റെ എക്സാക്റ്റ് ബോഡി മെഷർമെൻറ്റ് അത് കൊടുത്താൽ മതി. അഥവാ നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ഷോൾഡറിൻ്റെ ആം ഹോളിൻ്റെ അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഒരല്പം ഇങ്ങോട്ടേക്ക് മാറും. ഇനി നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഷോൾഡറിന് കൊടുത്തല്ലോ, അവിടെ നിന്ന് താഴേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ മാർക്കിങ് ബേസ് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അതും അല്ലെങ്കിൽ നമുക്ക് ആം ഹോൾ ലെങ്ത് എന്നും പറയാം. ഈ ലൈനിൽ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ കൊടുത്ത സെയിം മാർക്കിങ് താഴേക്കും വരച്ചു കൊടുക്കുക. 7 ഇഞ്ച് എന്നുള്ളത് താഴേക്കും വരച്ചു കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ 7 ഇഞ്ചിൻ്റെ മാർക്കിങ്ങും താഴത്തെ നമ്മളിപ്പോൾ വരച്ച 7 ഇഞ്ചിൻ്റെ മാർക്കിങ്ങും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ ഫുൾ ഷോൾഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമ്മളിവിടെ സ്ലോപ്പ് കൊടുത്തിട്ടില്ല. എന്താണ് കാരണം വളരെ സിമ്പിളാണ്. ഒരു ബോട്ട് നെക്ക് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 4 ഇഞ്ചാണ് നമ്മൾ വൈഡായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 7ൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 3 ഇഞ്ച് കിട്ടിയില്ലേ. ഈ 3ൽ നിന്ന് നമ്മൾ തയ്യൽ തുമ്പും കൂടെ ഒഴിവാക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2.5 നമുക്ക് കിട്ടുള്ളൂ. അത് മാത്രമല്ല കസ്റ്റമറിൻ്റെ ബോഡി എന്ന് പറയുന്നത് അത്ര സ്ലോപ്പുള്ള ആളല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും സ്ലോപ്പിൻ്റെ ആവശ്യവുമില്ല. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പോയിൻ്റ് ലെങ്ത് എന്നുള്ള മെഷർമെൻ്റ് ആണ്. പോയിൻ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഷോൾഡറിൽ നിന്ന് നമ്മുടെ ബസ്റ്റ് പോയിൻ്റ് വരെയുള്ള മെഷർമെൻ്റ് ആണ്. ഇവിടെ നമ്മുടെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് ഞാനിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബസ്റ്റിന് കുറച്ച് ഷേപ്പൊക്കെ വേണം എന്നുള്ളവർക്ക് നമ്മൾക്ക് ഈ കട്ടിങ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് ഫ്ലാറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈനാണ് ബസ്റ്റ് ലൈൻ എന്നുള്ളത്. ഇവിടെയാണ് നമ്മൾ ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കേണ്ടത്. 35 ഇഞ്ചാണ് ബോഡിയിൽ നിന്നുള്ള ബസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ചാണ് ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 37 കിട്ടും. 37ൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 9.25. അതാണ് ഞാനവിടെ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിൻ്റെ ലെങ്തും ഹിപ്പിൻ്റെ ലെങ്തുമാണ്. 13 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്, 19 ഇഞ്ചാണ് ഹിപ്പിൻ്റെ ലെങ്ത്. ഇതും ഈ പറയുന്ന കണക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് 2 സൈഡിലും ഈക്വലായിട്ട് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുക. ഒരു എൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെയിറ്റ് ലൈൻ എടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഒരുപാട് വലിയ സ്കെയിലല്ല, ചെറിയൊരു സ്കെയിൽ കിട്ടുമല്ലോ, അത് മേടിച്ചാലും മതി. ഇനി നമുക്ക് ഈ ലൈൻസിൽ കൊടുക്കേണ്ട വണ്ണം വരുന്ന ഭാഗങ്ങൾ മാർക്ക് ചെയ്തെടുക്കാം. അപ്പം ബസ്റ്റിൻ്റെ ലൈനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ മാർക്ക് ചെയ്തപ്പോൾ ഉണ്ടല്ലോ ആ ബസ്റ്റ് ലൈനിൻ്റെ അവിടെ ഒരു 4 ഇഞ്ച് ഇപ്പുറത്തേക്കായിട്ടൊരു ലൈൻ മാർക്ക് ചെയ്ത് പോയി. അത് ഞാൻ അറിയാതെ ശ്രദ്ധിക്കാതെ ചെയ്തു പോയതാണ് കേട്ടോ. അതൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ ലൈനിൽ നമ്മൾ ചെസ്റ്റിൻ്റെ ലൂസ് ആഡ് ചെയ്തിട്ടുള്ള 4 ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടുത്തെ കേസിൽ ഏകദേശം സിമിലറാണ് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ബസ്റ്റിൻ്റെ മെഷർമെൻറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബസ്റ്റിൻ്റെ അവിടെ ഭയങ്കര കാര്യമായ ഷേപ്പ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അപ്പർ ചെസ്റ്റും ബസ്റ്റിൻ്റെ മെഷർമെൻറ്റും സിമിലറാണ്. പിന്നെ നമുക്ക് ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാവേ. 30 ഇഞ്ചാണ് ഷേപ്പിൻ്റെ അവിടുത്തെ വയറിൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് ബോഡിയുടെ മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ ഞാനിവിടെ 2 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തു, 32 അതിൻ്റെ 4 ഭാഗം 8 ഇഞ്ച് അതും നമ്മളിവിടെ മാർക്ക് ചെയ്യുവാണ്. നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 3/4 ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടിയിട്ടും കൂടെ കൊടുക്കുന്നുണ്ട് സൈഡിലേക്ക്. അതിന് ശേഷം നമുക്കിവിടെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കൊടുക്കാം. ഹിപ്പിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 37.5 ഇഞ്ച് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോഴത്തേനും 38.5. 38.5യുടെ 4 ഭാഗം എന്ന് പറയുമ്പോഴത്തേനും
9.6 വരും. അപ്പോൾ നമുക്കതൊരു 9.5 ആയിട്ടൊക്കെ എടുക്കാം. എന്നിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പുമായിട്ട് സ്ലിറ്റ് അടിക്കാനുള്ള തയ്യൽ തുമ്പുമായിട്ട് കൊടുക്കുക. ഹിപ്പിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ച് കൊടുക്കാം. മുകളിലേക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ച് ഒക്കെ കൊടുക്കാം. 1 ഇഞ്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 1.5 ഇഞ്ചൊക്കെ നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്, അത് തന്നെ കൊടുക്കാം. അപ്പം ഞാനിവിടെ നമ്മുടെ മെഷർമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് അല്ലേ എന്ന് നോക്കിയിട്ട് അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, എനിക്ക് മാറിപ്പോകാതിരിക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് ഹിപ്പ് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പിൽ നിന്ന് ഹിപ്പിൻ്റെ അങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഒന്നെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ ആപ്പിൾ ഷേപ്പാണ് ബോഡി എന്നുണ്ടെങ്കിൽ ഹിപ്പ് കർവ് സ്കെയിൽ തിരിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ മറ്റേ ആം ഹോൾ ചെക്ക് ചെയ്തില്ലല്ലോ, അത് റെഡിയാക്കണം. ആം ഹോളിൻ്റെ ലെങ്ത് നമ്മൾ 6 ഇഞ്ച് എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 6ൻ്റെ പകുതി 3 ഇഞ്ച്, ആ 3 ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് മാർക്കിങ് വെച്ചിട്ട് നമ്മൾ ഈ സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഷേപ്പിന് വരച്ചു കൊടുക്കണം. നമ്മുടെ ഈ ആം ഹോൾ ലെങ്ത് എന്ന് പറയുന്ന സംഭവമില്ലേ, അത് കുറഞ്ഞു വരുമല്ലോ. അതായത് നമ്മൾ നെക്കിൻ്റെ ഡെപ്ത് അനുസരിച്ച് ഷോൾഡർ റിഡക്ഷൻ ചെയ്യുമ്പോൾ ആം ഹോൾ ലെങ്ത് കുറഞ്ഞു വരും. ഈ സാഹചര്യത്തിൽ നമ്മൾ സ്കെയിലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കുറച്ച് മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലതൊന്നും പ്രശ്നമല്ല, അത് മുന്നേ ഉള്ള ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഇതിൽ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ വരയ്ക്കുന്ന പോലെ അതുപോലെ വരയ്ക്കുക. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആ ചെക്ക് ചെയ്ത് നോക്കണം. തയ്യൽ വരുന്നിടത്തൂടെ വേണം നമ്മൾ ആം ഹോൾ റൗണ്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. 8 ഇഞ്ചാണ് എനിക്ക് വേണ്ടിയത്. അതായത് 15 ഇഞ്ചാണ് ബോഡി എന്നുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ആഡ് ചെയ്യുമ്പോഴത്തേന് 16 ഇഞ്ച്. 16 ഇഞ്ചിൻ്റെ 2/1 ഭാഗം /2. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് കിട്ടുമല്ലോ. ഈ 8 ഇഞ്ച് വേണം നമുക്ക് അളന്ന് എടുക്കുമ്പോഴത്തേനും കിട്ടാനായിട്ട്. അപ്പോൾ ഈ 6 ഇഞ്ച് ആം ഹോൾ ഡെപ്ത് ലൈനിൽ എനിക്ക് ആ പറയുന്ന 8 ഇഞ്ച് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ബസ്റ്റിൻ്റെ ആ ഷേപ്പ് ഉണ്ടോ അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. തയ്യൽ തുമ്പ് കൊടുത്തതും ഇതേപോലെ തന്നെ ജോയിൻ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് കുർത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്ത് അതേ മെഷർമെൻറ്റ് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ ആം ഹോളൊക്കെ നമ്മൾ ഡബിൾ ചെക്ക് ചെയ്ത് തന്നെ നോക്കണം. ഒന്നല്ല 9 പ്രാവശ്യം നോക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആ മെഷർമെൻറ്റ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈൻ ഉണ്ടല്ലോ, ആം ഹോൾ ലെങ്ത് ലൈൻ, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മുകളിലേക്കോ താഴേക്കോ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൃത്യം ചെസ്റ്റിൻ്റെ ആ മെഷർമെൻറ്റും ആം ഹോളിൻ്റെ മെഷർമെൻറ്റും ഒരേപോലെ മീറ്റ് ചെയ്യുന്നിടത്ത് വേണം നമ്മൾ ആം ഹോൾ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്ലിറ്റും ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മൾ ആ ഫ്രണ്ട് ബേസിൽ നമ്മൾ കുഴിച്ച് വെട്ടണം. പക്ഷേ അത് ഈ ഫുട്ടേജിനകത്ത് എനിക്ക് കിട്ടിയില്ല, ഞാൻ എടുത്തതിനകത്ത് വന്നില്ല. കുഴിച്ച് വെട്ടുമ്പോഴത്തേനും നമ്മളൊരു 3/4 ഇഞ്ചോളം കുഴിച്ച് വെട്ടേണ്ടതായിട്ടുണ്ട്. സാധാരണ നമ്മൾ 1/2 ഇഞ്ചാണല്ലോ കുഴിച്ച് വെട്ടാറ്, പക്ഷേ ഇതിൽ 3/4 ഇഞ്ചോളം കുഴിച്ച് വെട്ടണം. കാരണം നമ്മൾ ഫുൾ ഷോൾഡറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് അക്രോസ് അനുസരിച്ചിട്ട് നമ്മൾ കഷക്കുഴി കുഴിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ക്യാൻവാസ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ മേളിൽ കൊടുത്തിരിക്കുന്നതാണ് ബാക്കിൻ്റെ പീസ് എന്ന് പറയുന്നത്. 3 ഇഞ്ചാണ് ഡെപ്ത് ഉള്ളത്. അതൊരു സാധാരണ ഒരു കർവ്ഡ് യു ഷേപ്പാണുള്ളത്. പിന്നെ താഴെ കാണിച്ചേക്കുന്നതാണ് ഫ്രണ്ടിലെ പാറ്റേൺ. നമുക്ക് മോഡൽ തന്നിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഇഞ്ച് ഒരു ബോട്ട് നെക്ക് മാതിരി ഡെപ്ത് കൊടുത്തിട്ട് ഷേപ്പ് കൊടുത്തിട്ട് അവിടുന്ന് താഴേക്ക് ഒരു സ്ലിറ്റ് പോലെയാണ് വരുന്നത്. അപ്പോൾ ആ സ്ലിറ്റിൻ്റെ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 3/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴേക്ക് വീണ്ടും 3 ഇഞ്ച് താഴേക്കായിട്ടാണ് ഒരു 1/4 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ടാറ്റാ.